നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. 1,00,000 രൂപ 3% ഇൻട്രസ്റ്റിൽ ഒരു വർഷത്തേക്ക് ആവശ്യമുണ്ടോ എന്ന് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത് ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ലോൺ ആപ്പാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ലോൺ എടുക്കുമ്പോൾ അറിയാലോ, ഒന്ന് RBI അപ്രൂവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ട്, ലോൺ ആപ്പിന്റെ കമന്റ് ബോക്സിൽ ഇവർക്ക് എന്താണ് റിവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ലോൺ ആപ്പിന്റെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ലോണിന്റെ കോൺട്രാക്ട്, അതായത് എഗ്രിമെന്റ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ആൻഡ് അടുത്തത്, നമുക്ക് പലതരത്തിൽ ലോൺ അപ്രൂവ്ഡ് ആയി, ഇതാ ഇപ്പൊ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പസിൽ ഇപ്പൊ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ, കോളുകളൊക്കെ വരും. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പിലായിക്കോട്ടെ, ഇനി കോൾ ആയിക്കോട്ടെ, ഇനി ആരും ആയിക്കോട്ടെ, മലയാളി തന്നെ ആയിക്കോട്ടെ, മലയാളത്തിൽ തന്നെ സംസാരിച്ചോട്ടെ, അടിവരയിട്ട് പറയാണ്, ഉറപ്പാണ് അവർ സ്കാമേഴ്സ് ആയിരിക്കും. അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ഡോക്യുമെന്റ് ആദ്യം കൈക്കലാക്കും. അതിനുശേഷം അവരെന്താ ചെയ്യാൻ പോകുന്നത്, 10 ലക്ഷം അപ്രൂവ്ഡ് ആയി, 1 ലക്ഷം അപ്രൂവ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയും. നമ്മൾ ഇത് കേട്ട ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്താ, പൈസ ഞങ്ങൾ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയും. ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, സാർ അത് ബാങ്കിൽ നിന്ന് എന്തോ ഒരു എറർ വരുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലെ ഫണ്ട് ലോഡ് ആവുന്നില്ല, ഒരു 10,000 രൂപ ചാർജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാമെന്നാണ് ബാങ്ക് പറയുന്നത്. അപ്പോൾ 10 ലക്ഷം അക്കൗണ്ടിലേക്ക് വരുന്നു എന്ന് കേട്ടു, 10,000 കൊടുത്ത് അപ്പൊ തന്നെ ക്ലിയർ ആവും, പൈസ അക്കൗണ്ടിലേക്ക് വരും എന്ന് വിചാരിച്ച് നമ്മൾ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചിട്ടോ എവിടെ നിന്ന് നമ്മുടെ സ്വർണ്ണോ എന്തെങ്കിലും പണയം വെച്ചിട്ട് 10,000 അവർക്ക് അയച്ചു കൊടുക്കും. നമ്മൾ വിട്ടു, നമ്മുടെ പൈസ പോയി, അവർ നമ്മളെ ബ്ലോക്ക് ആക്കി, പരിപാടി കഴിഞ്ഞു. ഇനി ബ്ലോക്ക് ആക്കിയില്ലെങ്കിൽ അത് അയക്കുന്ന സമയത്ത്, സോറി സർ, 10 ലക്ഷത്തിന് പകരം 20 ലക്ഷം രൂപയാണ് അറിയാൻ ഞങ്ങൾ അയച്ചത്, അപ്പൊ അതുകൊണ്ട് 10,000 പോലെ 20,000 അയക്കണം, ഒരു 10,000 കൂടി അയക്കുന്നത്. ചില മണ്ടന്മാരെന്ത് ചെയ്യും, എഗെയിൻ 10,000 കൂടി അയച്ചു കൊടുക്കും, 20,000 സ്വാഹ. ഇനി അടുത്ത ഒരു കേസാണ്, അടുത്തൊരു പ്രശ്നം. ഈ 20,000 തിരിച്ചു പിടിക്കുക, എനിക്ക് ലോൺ വേണ്ട, എന്റെ 20,000 തിരിച്ച് എന്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കും, എന്റെ ഭാര്യ പ്രശ്നമാക്കും എന്ന് തിരിച്ചു പറയുമ്പോൾ അവർ പറയും, 20,000 ഞാൻ ഇപ്പൊ തിരിച്ചു തരാം, അതിലൊരു 2,000 പ്രോസസിംഗ് ചാർജ് ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പൊ 2,000 പ്രോസസിംഗ് ചാർജ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ബാക്കി 18,000 രൂപ അങ്ങോട്ട് അയച്ചു തരാം എന്ന് പറയും. വീണ്ടും ഒരു 2,000 രൂപ പൊട്ടന്മാര് വീണ്ടും 2,000 അയച്ചു കൊടുക്കും, ആദ്യം പോയി 2,000 രൂപ. ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ പൈസ പിടിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ പെടുത്തുന്ന സ്കാമേഴ്സ് ആണ്. നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്ന കേരളക്കാരാണ്. ഏറ്റവും വിവരമുള്ള ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോവുകയും ചെയ്യുന്നത്. ഇതൊക്കെ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോറീസ് നിരന്തരമായിട്ട് പലവരും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുന്നതാണ്. സോ ദാറ്റ് ഞാനൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു. എന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ ഗ്രൂപ്പിൽ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള, ഞാൻ വെരിഫൈ ചെയ്തിട്ടുള്ള ലോൺ ആപ്പുകളുടെ വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് നോക്കാം, ചെക്ക്ഔട്ട് ചെയ്യാം, അതിനകത്ത് അപ്രൂവ്ഡ് ആണോ നോക്കാം, അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഉണ്ടോ നോക്കാം, അതുപോലെ തന്നെ ലോൺ എഗ്രിമെന്റ് വായിച്ചു നോക്കാം. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാം. ഞങ്ങൾ RBI അപ്രൂവ്ഡ് ആണോ എന്നാണ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. കാരണം RBI അത്രയും നോംസ് ഉണ്ട്, അതെല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് RBI അംഗീകാരം കൊടുക്കുക. പെട്ടെന്നൊന്നും ഒരു കമ്പനികൾക്കൊന്നും അങ്ങനെ RBI അംഗീകാരം, NBFC അംഗീകാരം ഒന്നും പെട്ടെന്നൊന്നും കിട്ടില്ല. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്ന ഒരു സംഭവമേ അല്ല. അതുകൊണ്ട് തന്നെ RBI ചെക്ക് ചെയ്തിട്ടാണ് തരുന്നതുകൊണ്ട് ഞങ്ങൾ RBIയുടെ അപ്രൂവൽ നോക്കിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ലോൺ ആപ്പിനെ പരിചയപ്പെടാം. ഇന്നത്തെ ലോൺ ആപ്പിന്റെ പേര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാ സ്ക്രീനിൽ കാണാം, സൂര്യ ലോൺ. സൂര്യ ലോൺ, എൻ്റർ എ ബെറ്റർ ലൈഫ്. അപ്പൊ കേൾക്കുമ്പോൾ സൂര്യ ലോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ല സ്കാമോ തട്ടിപ്പോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പേര് കേൾക്കുമ്പോൾ. പക്ഷെ അല്ല, ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പാണ്. ഇവരുടെ പേരിൽ പലതരത്തിലുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ സ്കാമേഴ്സ് റൺ ചെയ്യുന്നുണ്ടോ, അതുകൊണ്ട് സൂക്ഷിക്കുക. സൂര്യ ലോൺ എന്ന ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. ആദ്യം തന്നെ ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കാണാൻ പറ്റും. റേറ്റ്, ഫീസ്, ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഏകദേശം ഇവർ പറയുന്നത് 10,000 മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുക്കാം. ആൻഡ് പ്രോസസിംഗ് ചാർജ് 2% GST ഉണ്ട് 18%. അതുപോലെ തന്നെ ടെന്നർ 1 വർഷം മുതൽ 3 വർഷം വരെ കാലാവധി ഉണ്ട്. ആനുവൽ 35% ഫിക്സഡ് ആണ് കാണിക്കുന്നത്. മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് 2.9, അതായത് 3% ആണ് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് വരിക. ഒരു 50,000 നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ 35% ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണെങ്കിൽ ടെന്നർ 12 മാസമാണ് കാലാവധി. 1,000 രൂപ പ്രോസസിംഗ് ചാർജ് ആൻഡ് 150 രൂപ GST ആൻഡ് 48,820 രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കിട്ടും. 4,998 രൂപ നിങ്ങൾ തിരിച്ചടക്കണം. ടോട്ടൽ റീപേയ്മെന്റ് വരുന്നത് 59,978. അതായത് നിങ്ങൾക്ക് അധികമായിട്ട് വരുന്ന തുക 9,978 രൂപയാണ്. മാത്രമല്ല ഒരു 1,180 നിങ്ങളുടെ നിന്ന് വേറെയും പോകും. അത് പ്രോസസിംഗ് ചാർജും 150 ആയിട്ടാണ് നിങ്ങൾക്ക് പോവുക, GST ആയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്. ഇതാ സൂര്യ ലോൺ, info@suryaloan.com. ഇതാണ് കോൺടാക്ട് നമ്പർ, ഇതാണ് അവരുടെ അഡ്രസ്, കംപ്ലീറ്റ് അഡ്രസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള അഡ്രസ്. ഇനി നമുക്ക് ഇവരെ ആപ്പിലേക്ക് പോയാലോ? യെസ് ഗൈസ്, അതിനു മുമ്പ് നമുക്ക് ആപ്പിൽ പോകുന്നതിന് മുമ്പ് ഇവരുടെ കമ്പനിയുടെ പേര് നമുക്കൊന്ന് നോക്കണം. RBI അപ്രൂവ്ഡ്. കമ്പനിയുടെ പേര് രാഘവി ഫൈനാൻസ് ലിമിറ്റഡ് എന്നാണ്. RBI NBFC ലിസ്റ്റിൽ പോയി 6,222 റോയിൽ നമുക്ക് കാണാം രാഘവി ഫൈനാൻസ് ലിമിറ്റഡ്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഓക്കെ, ഇനി നേരെ ആപ്പിലേക്ക് പോവാം. ഇതാണ് ആപ്പ്, സൂര്യ ലോൺ എന്ന് കാണും. സൂര്യ ലോൺ, താഴെ രാഘവി ഫൈനാൻസ് ലിമിറ്റഡ് കാണും. 10
10 ലക്ഷം ആൾക്കാരെ ഡൗൺലോഡ് ചെയ്ത് 10 ലക്ഷം. ഓക്കെ, 4.7 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ആപ്പിനകത്ത് ഉൾത്തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഫോൺ നമ്പർ വെച്ച് സൈനപ്പ് ചെയ്യുക, 5000 മുതൽ 1 ലക്ഷം രൂപ വരെ കിട്ടും, 365 ദിവസം കാലാവധി, ആൻഡ് ലോൺ ഓഫർ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം. അതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ താഴെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും രാഘവി ഫിനാൻസ് ലിമിറ്റഡ് എന്നും കമ്പനിയുടെ പേരും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ജെന്യൂൻ ആപ്ലിക്കേഷൻ ആണ്, ജെന്യൂൻ കമ്പനിയാണ് രാഘവി ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതൊരു നല്ല ഒരു കമ്പനിയാണ്. ഇവരെ രാഘവി ഫിനാൻസ് ലിമിറ്റഡ് ആണെങ്കിലും ഇവരെ കമ്പനിയുടെ പേര് പറയുന്നത് സൂര്യ ലോൺ എന്നാണ്. അതായത് ആപ്പിന്റെ പേര് സൂര്യ ലോൺ എന്നാണ്, വെബ്സൈറ്റിന്റെ പേരും സൂര്യ ലോൺ എന്നാണ്. വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് റിവ്യൂ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയ suryaLoan.com എന്നാണ് വെബ്സൈറ്റിൽ പേര്. ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഇവിടെ ടിക്ക് ചെയ്യുക, ഗെറ്റ് OTP അടിക്കുക, എന്നിട്ട് വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ 3 കാര്യങ്ങൾ അറിയണം. റിലേറ്റീവ്ലി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആൻഡ് റെസിഡൻസ് ഓൺലി, സാലറി ലോൺ ആണ്. ഇത് സാലറി ലോൺ ആയിട്ടാണ് ഇവർ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല സാധാരണ ഒരു ജോലിയൊന്നും ഇല്ലാത്ത, സാലറി ഒന്നും ഇല്ലാത്ത, ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലാത്ത, ഇന്ത്യൻ റെസിഡന്റ് അല്ലാത്ത, സിവിൽ സ്കോർ ഇല്ലാത്ത ആർക്കും തന്നെ ലോൺ കിട്ടില്ല. പ്രോപ്പർ ആയിട്ടുള്ള സിവിൽ സ്കോർ ഉണ്ടാവും. സിവിൽ സ്കോർ പ്രകാരം നിങ്ങൾ ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് തിരിച്ചടച്ചിട്ടുണ്ടാവണം. അങ്ങനെ തിരിച്ചടക്കാത്ത ആൾക്കാർക്കൊന്നും ലോൺ കിട്ടില്ല എന്ന് ആദ്യം തന്നെ ഓർത്തുകൊള്ളുക. സിവിൽ സ്കോർ അറ്റ്ലീസ്റ്റ് ഒരു 680 മുതൽ ഒരു 750 ഒക്കെ വേണം. 750 ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, അതിന് പ്ലസ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. പക്ഷേ അത് മാത്രം നോക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ എടുത്ത ലോൺ പ്രോപ്പറായിട്ട് തിരിച്ചടക്കുന്ന വ്യക്തിയാണോ എന്ന് കൂടി അവർ ചെക്കൗട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി എത്ര ഉണ്ടെന്ന് ചെക്കൗട്ട് ചെയ്യും. സാലറിക്ക് അനുസൃതമായിട്ടുള്ള ലോൺ ആണോ നിങ്ങൾ നിലവിൽ EMIs ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ പരിശോധിച്ചതിന് ശേഷമാണ് ലോൺ തരുന്നത്. ആരും വെറുതെ ലോൺ തരില്ല. അൺസെക്യൂർഡ് ലോൺ ആണെന്ന് ഓർക്കണം. ഈട് ജാമ്യം ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ലാതെ ലോൺ തരുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്, ഒരുപാട് ചെക്ക് ചെയ്യണം. ഇൻ കേസ് അവർ നിങ്ങൾ പറ്റിച്ചിട്ട് പോയാൽ അവർക്ക് വേറെ വഴിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ KYC കാര്യങ്ങൾ, നിങ്ങളുടെ സിവിൽ കാര്യങ്ങൾ, നിങ്ങളുടെ ഫൈനാൻസ് മൊത്തത്തിലുള്ള അടുക്കും ചിട്ടയുള്ള ഒരു മെത്തേഡ് ആണെങ്കിൽ മാത്രം, അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ലോൺ കിട്ടുള്ളൂ. അതർവൈസ് ലോൺ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടും. ഇനി ഫൈനലി ഒരു കാര്യം കൂടി പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും കാശ് കടം ചോദിച്ചു വന്നാൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ, റിവാർഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം ഈ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കാണ്. ഇപ്പൊ തന്നെ കൊടുത്തോളാം. വിനീഷിന്റെ ലോൺ ആപ്പ് ഗ്രൂപ്പാണ്. ഇതിനകത്ത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോണുകൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. നിരന്തരമായിട്ട് ഒന്നിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്നിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.